നമ്മൾ പാസ്ത ഉണ്ടാക്കാൻ പോവുകയാണ്. പാസ്ത, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, മുളക് പൊടി, അരിഞ്ഞ സവോള. എൻ്റെ മോന് സവോള അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരു ചെറിയൊരു സവോളയാണ്, ഒരു സവോളയുടെ പകുതി ഉള്ളെടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിവേ. കുക്കറിലാണ് പാസ്ത വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇടിച്ചു വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടുക. അതിനുശേഷം സവോളയും ഇട്ട് വഴറ്റുകയാണ് ചെയ്യുന്നത്. ഒരു ബ്രൗൺ കളർ പോലെ വരണേ, അതുവരെ നമ്മൾ ഇതിട്ട് വഴറ്റണം എണ്ണയ്ക്കകത്ത് കേട്ടോ. ഇതിനകത്ത് ടൊമാറ്റോ എന്നുള്ള പ്രാധാന്യമായിട്ടുള്ളൊരു സാധനമാണ്. അതിന് ടേസ്റ്റ് കൊടുക്കുന്ന, പാസ്തയ്ക്ക് ആ ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ടൊമാറ്റോ ആണ്. അത് നല്ലതായിട്ട് ഇളക്കി പിടിപ്പിക്കണേ. എണ്ണയൊക്കെ നല്ല ഒരു രീതിയിൽ തന്നെ അത് ഇളക്കി കൊടുക്കണം. അടി പിടിക്കരുത് കേട്ടോ, അങ്ങനെ വേണം ഇളക്കി കൊടുക്കാൻ. ടേസ്റ്റ് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. ഇപ്പോൾ സവോള ഒരുവിധം വഴറ്റി വരുന്നുണ്ട് കേട്ടോ. കളർ വ്യത്യാസമൊക്കെ വരാൻ തുടങ്ങിയല്ലോ. ഇനി എടുത്തു വെച്ചേക്കുന്ന പൊടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, ഇവ മൂന്നും കൂടെ ആ സവോളയ്ക്കകത്തും ഇടുക. എന്നിട്ട് അടി പിടിക്കാൻ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അത് നല്ല വഴറ്റി എടുക്കുന്ന പരുവത്തിലെടുക്കണേ. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അധികം ഗ്രേവിയൊന്നും കാണത്തില്ല, മസാലയും കുറവാണെന്ന് വിചാരിക്കുവേ. പക്ഷെ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഇതായി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല കളറായിരിക്കും. ഇനി പാസ്ത ഇടണേ. പാസ്ത ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കണേ. അതിൻ്റെ ആ എണ്ണമയവും ആ ഗ്രേവികളും എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതി ഇളക്കണേ. ഇത് വലിയ പാടുള്ള പണിയൊന്നുമല്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. അതർ കെമിക്കൽസ് ഒന്നും ഇല്ലല്ലോ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ. വീട്ടിൽ നിന്നല്ല, കടയിൽ നിന്ന് മേടിക്കുന്ന, എന്നാലും നമുക്ക് അനുയോജ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇട്ടേക്കുന്നത്. കളറോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. ഏകദേശം ഒരു ഇത്രയും വെള്ളമാണ് ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കണ്ട ചെടികളൊക്കെ നിൽക്കുന്നതാണ്. ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നെ ടൊമാറ്റോ സോസൊക്കെ ഒഴിക്കുന്നതാണ് ലാസ്റ്റ്. ഇതിന് ഒരിച്ചിരി മധുരം കൂടെ ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കഴിക്കുക.
നമുക്ക് ഈ ഒരു മുട്ടയും കൂടെ ഇതിനകത്തോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരൊറ്റ വിസിലടിപ്പിച്ച് കഴിഞ്ഞാൽ കുക്കർ പാസ റെഡിയായേ. കണ്ടോ, മുട്ട പൊട്ടിച്ചൊഴിച്ചപ്പം ഒരു വിസിലടിപ്പിക്കണേ. കുക്കറിൻ്റെ വിസിലും പോട്ടെ. കുക്കറിൻ്റെ വാഷറിന് കംപ്ലൈൻ്റ് ആണേ, അതുകൊണ്ട് വിസിൽ വരാത്തതുകൊണ്ട് നമ്മളത് ഇപ്പോഴത്തേക്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അതുകൊണ്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റും കേട്ടോ. വിസിൽ വരാത്തതുകൊണ്ട് ഫ്ലോപ്പായി പോയതുകൊണ്ട് നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. ഇതിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മാറ്റണേ, അല്ല അടി പിടിക്കും. ഓക്കെ, രാവിലെ തന്നെ ഇത് പണിയായി ഗൈസ്. നമ്മൾ ഇത് ഇങ്ങനെ എടുത്തിട്ട് അല്ലായിരുന്നെങ്കിൽ ഇല്ലോ, വിസിലടിച്ചിരുന്നെങ്കിൽ ഇല്ലോ നല്ല സെറ്റായി വന്നാൽ. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഇതേപോലെ ഉണ്ടാക്കി മോന് കൊടുത്തതായിരുന്നു. നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ മുട്ടയൊക്കെ അങ്ങ് പോട്ടി. ഇതാണെങ്കിൽ നമ്മുടെ ഇല്ലയോ അധികം സവോള യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല കേട്ടോ. പ്രത്യേകിച്ച് അച്ഛനും മകനും സവോള ഇഷ്ടമില്ല, സവോളയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല. അതുകൊണ്ട് നമ്മളധികം സവോള ഒന്നും യൂസ് ചെയ്യത്തില്ല. കുറച്ച് സവോളയാണ്. ഇറച്ചിയൊക്കെ ആണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് സവോള അതിൻ്റെ ഗ്രേവിയൊക്കെ വേണം. ഇവിടെ ഉള്ളവർക്ക് അതിൻ്റെ ഗ്രേവി എന്നല്ല, സവോള അങ്ങനെ വരരുത്, ഇറച്ചിയായിട്ട് തന്നെ കഴിക്കണം എന്നാണ്. എൻ്റെ മോനാണെങ്കിൽ തക്കാളിയും സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്നും തന്നെ ടേസ്റ്റ് ഇഷ്ടമില്ല. പക്ഷെ പച്ചയ്ക്ക് സവോള എത്ര അരിഞ്ഞു കൊടുത്താൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചയ്ക്ക് ഇഷ്ടം പോലെ കഴിക്കും. പക്ഷെ വഴറ്റിക്കഴിഞ്ഞുള്ള ടേസ്റ്റ് ഇഷ്ടമില്ല. അപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാസ്ത എനിക്ക് പല ടൈപ്പ് വെക്കാൻ അറിയാവേ. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ വെക്കുന്നത് ഇതിന് ഞാൻ ഗൾഫിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മക്രോണി എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ മനസ്സിലായത് പാസ്തയ്ക്ക് യൂസ് ചെയ്യുന്ന സാധനമാണെന്ന് പറഞ്ഞ് നാട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പം ഞാൻ പാസ്ത പല ഐറ്റം എനിക്ക് ഉണ്ടാക്കാനറിയാം കേട്ടോ. എങ്ങനെ ഉണ്ടെന്നറിയാനേ. അടിപൊളിയാണ്, സൂപ്പറാണ്. അത് തണുത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമേ. ചിക്കൻ ഇട്ട് വെക്കാം, ഇതിൻ്റെ കൂടെ ഫിഷ് ഇട്ട് വെക്കാം, പിന്നെ പയർ വർഗ്ഗങ്ങൾ ഇട്ട് വെക്കാം, പിന്നെ അതിൻ്റെ പേരെന്താ, പ്രൗൺ ഇട്ട് വെക്കാം, ചെമ്മീനൊക്കെ ഇട്ട് വെക്കാം. ഭയങ്കര ടേസ്റ്റാണ്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ മീറ്റ് മസാലയുടെയും എല്ലാം കൂടെ. വേറെ ഒരു മസാലയില്ല, നമ്മുടെ മീറ്റ് മസാലയൊക്കെ ആണെങ്കിലും സാധാരണ ഇറച്ചിക്കറിക്ക് വെക്കുന്ന ഇതൊക്കെ സാധനങ്ങളാണോ അത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഞാൻ ആ പാസ്തയുടെ ടേസ്റ്റ് ഒന്ന് നോക്കുകയാണ്.
അടിപൊളിയാണ്. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്.